ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? കണ്ണനു കല്യാണം, കണ്ണൻ്റെ കല്യാണം, കണ്ണൻ്റെ വേളിക്കു വന്നവർക്കൊക്കെയും കൂടിയിടും കല്യാണം. ഇന്ന് മുത്തശ്ശൻ പറയാൻ പോണ കഥ കണ്ണൻ്റെ കല്യാണത്തിൻ്റെ കഥയാണ്. രുക്മിണിയെ കണ്ണൻ കല്യാണം കഴിച്ച കഥ. പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പം അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ട മഹാകായം കോടി സൂര്യ സമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ലാം. അപ്പൊ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലേ? കണ്ണൻ്റെ കല്യാണ കഥ, അതാണ് ഇതിൻ്റെ ഒരു രസം. കണ്ണൻ എന്ത് ചെയ്യുമ്പോഴും നല്ല രസമാണ്. ഇവിടെ കല്യാണം കഴിക്കണതും നല്ല രസമായിട്ടാണ്. ആ കഥ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. പരീക്ഷിത്ത് എന്ന രാജാവ് ശ്രീശുകൻ എന്ന മഹർഷിയുടെ അടുത്തിരുന്ന് കഥ കേൾക്കുകയാണ്. അപ്പോൾ ഈ കഥ വളരെ ചുരുക്കി പറഞ്ഞു. അപ്പോൾ പരീക്ഷത്തിന് തോന്നി ഇങ്ങനെ കേട്ടാൽ പോരാ, കുറേ വിസ്തരിച്ച് കേൾക്കണം എന്ന് തോന്നി. അതുകൊണ്ട് എന്താ, നമുക്കും വിസ്തരിച്ച് കേൾക്കാറായി. അല്ലെങ്കിലോ കണ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചു, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടി വളരെ വിശദമായിട്ട് ആ കഥ പറഞ്ഞു കൊടുത്തു എന്നാണ്. രുക്മിണിയെ രാക്ഷസവിധിപ്രകാരം വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. എന്താ ഈ രാക്ഷസവിധിപ്രകാരം എന്ന് പറഞ്ഞാൽ? ഇത് വിവാഹം, കന്യകയെ, ഈ പെൺകുട്ടിയെ അപഹരിച്ചു കൊണ്ടുവരിക, ഇതിനാണ് രാക്ഷസം എന്ന് പറയുക. ഇതൊക്കെ രാജാക്കന്മാരുടെ ഇടയിൽ പതിവുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥ കേൾക്കാൻ മോഹിച്ച പരീക്ഷത്തിനോട് ശ്രീശുകൻ കഥ പറഞ്ഞു. ഒരു സ്ഥലത്ത് ആരാ?
രുക്മിണി എന്ന പെൺകുട്ടി. രുക്മിണിയുടെ അച്ഛൻ്റെ പേര് ഭീഷ്മകൻ എന്നാണ്. വിദർഭ രാജ്യത്തെ രാജകുമാരിയാണ് ഈ രുക്മിണി. രുക്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? സംസ്കൃതത്തിൽ സ്വർണം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ രുക്മിണി. അതേപോലെ രുക്മിണിക്ക് 5 സഹോദരന്മാരുണ്ട്, 5 ഏട്ടന്മാർ. ആദ്യത്തെ ആളുടെ പേരാണ് രുക്മി, പിന്നെ രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ അല്ലെങ്കിൽ രുക്മകേശി, രുക്മമാലി, ഇങ്ങനെ 5 ഏട്ടന്മാർ. അപ്പോൾ ഈ രുക്മിണി തൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ നാരദൻ തുടങ്ങിയ മഹർഷിമാരൊക്കെ കൊട്ടാരത്തിലേക്ക് വരും. അവർ വന്നിട്ട് അച്ഛനോട്, ഈ ഭീഷ്മക രാജാവിനോട് ശ്രീകൃഷ്ണൻ്റെ കഥകൾ പറയും. അവിടെ കണ്ണൻ ആ കുട്ടിക്കാലത്ത് പശുക്കളെ മേച്ച് നടന്നത്, ഇപ്പോൾ മധുരയിലെത്തിയത്, മധുരയിൽ നിന്ന് ദ്വാരകയിൽ വന്നത്, ഇങ്ങനെയുള്ള എല്ലാ കഥകളും അവരിങ്ങനെ പറയുമ്പോൾ രുക്മിണി ഇത് കേട്ട് 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 എന്തായി? രുക്മിണിക്ക് ശ്രീകൃഷ്ണനോട് വലിയ ഇഷ്ടമായി. ഇതേപോലെ തന്നെ കൃഷ്ണനോ അതെ രുക്മിണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. രുക്മിണിയുടെ സൗന്ദര്യം, സൗശീല്യം, നല്ല ശീലങ്ങൾ, സ്വഭാവ ഗുണം, ഉദാരത, ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണനും രുക്മിണിയെ വിവാഹം കഴിക്കണം എന്ന് മോഹം. ഭീഷ്മക രാജാവിനും ഇഷ്ടം എന്താ? രുക്മിണിയെ ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ്. പക്ഷേ രുക്മി സമ്മതിച്ചില്ല. രുക്മിക്ക് ശ്രീകൃഷ്ണനോട് ഇഷ്ടമല്ല. രുക്മിക്ക് ആരെ ഇഷ്ടം? രുക്മിയുടെ കൂട്ടുകാരുണ്ട്, ശിശുപാലൻ എന്നാണ്. ചേതി രാജ്യത്തെ രാജകുമാരനാണ് ശിശുപാലൻ. അപ്പോൾ ഈ ശിശുപാലൻ ദമഘോഷൻ എന്ന രാജാവിൻ്റെ മകനാണ്. അപ്പോൾ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് രുക്മി തീർച്ചപ്പെടുത്തി. അങ്ങനെ അച്ഛനും രുക്മിണിയൊന്നും പറഞ്ഞത് കേൾക്കാണ്ട് അവരുടെ താല്പര്യത്തിന് വിപരീതമായിട്ട് രുക്മി തൻ്റെ അനിയത്തിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. രുക്മിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല അല്ലേ, അകത്തിരുന്ന് കരയാൻ മാത്രമേ സാധിക്കുള്ളൂ. രുക്മിണി ആകെ തളർന്നു പോയി. അങ്ങനെ രുക്മിണി ഇരിക്കുമ്പോൾ അതാ വരുന്നു ഒരു ബ്രാഹ്മണൻ. അച്ഛനായ ഭീഷ്മക രാജാവ് ഈ ബ്രാഹ്മണൻ തൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, ഒന്ന് പോയി അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ രുക്മിണിയുടെ അടുത്തേക്ക് വന്നു. രുക്മിണി കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വലിയ സന്തോഷത്തിലല്ലേ ഇരിക്കുക. അപ്പോൾ ഇരുന്നിങ്ങനെ കരയണു. അപ്പോൾ കരച്ചിൽ കണ്ടപ്പോൾ ബ്രാഹ്മണന് വല്ലാത്ത വിഷമായി. ബ്രാഹ്മണൻ രുക്മിണിയോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ കരയണത് എന്ന് ചോദിച്ചപ്പോൾ രുക്മിണി പറഞ്ഞു, എനിക്ക് ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കണമെന്നാണ് വലിയ ആഗ്രഹം. എന്നാൽ എൻ്റെ ആഗ്രഹത്തെ എൻ്റെ ഏട്ടന്മാരൊന്നും അംഗീകരിക്കണില്ല. അവരൊക്കെ പറയണു ആ ശിശുപാലനെ വിവാഹം കഴിക്കണമെന്ന്. ശിശുപാലനെ എനിക്ക് ഇഷ്ടമേ അല്ല. ഒട്ടും നല്ല സ്വഭാവക്കാരനല്ല അയാൾ. അയാളുടെ കൂടെ നടന്ന ഏട്ടനും ആ സ്വഭാവമായി. എന്തു ചെയ്യാം? കൃഷ്ണന് എല്ലാം അറിയുന്ന ആളാണ് കൃഷ്ണൻ. പക്ഷേ കൃഷ്ണനോട് ഈ കാര്യമൊന്നും പറയണ്ടേ, അതിനെന്താ വഴി എന്ന് ചോദിക്കുകയാണ് ബ്രാഹ്മണനോട്. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, രുക്മിണി വിഷമിക്കണ്ട, കൃഷ്ണനെ രുക്മിണിയുടെ ആഗ്രഹം ഞാൻ അറിയിച്ചോളാം. അപ്പം ഞാൻ അവിടെ നേരിട്ട് ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാലോ. രുക്മിണിക്ക് കൃഷ്ണനോട് പറയാൻ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഒരു കത്ത് എഴുതി തരും. അന്ന് കത്തേ ഉള്ളൂ അല്ലേ. ഇന്നാണെങ്കിൽ എന്താ, മെസ്സേജ് അയക്കാം. മുത്തശ്ശൻ്റെ ഒരു പേരക്കുട്ടി ഇതുമാതിരി ചോദിച്ചു, എന്തിനാ അങ്ങനെ കത്ത് കൊടുത്തയച്ചത്, മെസ്സേജ് അയച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് കത്താണ്. അപ്പോൾ കത്തിൽ
രുക്മിണി ഭംഗിയായിട്ട് തൻ്റെ ആഗ്രഹം മുഴുവൻ എഴുതി വച്ചു. അപ്പം ഈ ബ്രാഹ്മണൻ ആരാന്നറിയോ? ഈ ഭാഗവതമൊക്കെ പറഞ്ഞു തരണ മുത്തശ്ശന്മാരില്ലേ, അവർ പറയുകയാണ് ഈ ബ്രാഹ്മണൻ കഴിഞ്ഞ ജന്മത്തിൽ കൃഷ്ണൻ ആരായിരുന്നു? രാമൻ. രുക്മിണി ആരായിരുന്നു? സീത. രാമായണം കഥയില്ലേ? അപ്പോൾ അവരുടെ മുമ്പുള്ള അവതാരം രാമനായും സീതയായിട്ടുമായിരുന്നു. അങ്ങനെയുള്ള സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചു. അങ്ങനെ കഥയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ മുത്തശ്ശൻ അതിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു മാത്രം. ആ രാമൻ സീതയെ ഉപേക്ഷിച്ചപ്പോൾ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് സീത താമസിച്ചത്. വാൽമീകി ആരാ? രാമായണം എഴുതിയ ആളാണ്. അപ്പോൾ ആ വാൽമീകിക്ക് ഈ സീതയും രാമനും തമ്മിൽ യോജിക്കണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചില്ല. കണ്ണൻ അങ്ങനെയല്ല തീരുമാനിച്ചത്, അല്ലേ? ഈശ്വരൻ്റെ തീരുമാനം വേറെയായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ രുക്മിണിയും കൃഷ്ണനുമായി വന്നപ്പോൾ അവർ തമ്മിൽ യോജിക്കാൻ തൻ്റെ കൂടി ഒരു സഹായം അല്ലെങ്കിൽ തൻ്റെ കൂടി ഒരു ഭാഗം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു അത്രേ. ആ വാൽമീകിയാണ് ഇവിടെ ബ്രാഹ്മണനായിട്ട് വന്നത് എന്നാണ് പറയുക. ഏതായാലും ബ്രാഹ്മണൻ കത്തുമായിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് ദ്വാരകയിലേക്ക് ചെന്നു. ദ്വാരകയിൽ ചെന്നപ്പോൾ കണ്ണൻ വലിയ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ബ്രാഹ്മണനെ സ്വീകരിച്ചു. വളരെ വിശേഷമായിട്ടുള്ള സമ്മാനങ്ങൾ, അതേപോലെ ഭക്ഷണം ഒക്കെ കൊടുത്തു. എന്നിട്ടോ ആ ബ്രാഹ്മണൻ്റെ കാലിങ്ങനെ തലോടി കൊടുത്തു അത്രേ കണ്ണൻ ഈശ്വരനാണ്. പക്ഷേ നമ്മളൊക്കെ സജ്ജനങ്ങളെ, നല്ല ആളുകളെയൊക്കെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണം എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ കണ്ണൻ കാലൊക്കെ തലോടി കൊടുത്തിട്ട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഈ വരവിൻ്റെ ഉദ്ദേശം? എന്തിനാ അപ്പം എന്നെ കാണാൻ വന്നത്? ഈ സമുദ്രമൊക്കെ കടന്നിട്ട് വേണം കണ്ണൻ്റെ അടുത്തേക്ക് എത്താൻ, അല്ലേ? വലിയ സമുദ്രത്തിൻ്റെ നടുവിലാണ് കണ്ണൻ. അപ്പോൾ ഈ കണ്ണൻ ചോദിക്കുകയാണ്, എന്താ അപ്പം എന്നെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് വന്നത്? എന്താണെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി തന്ന കത്ത് കണ്ണൻ്റെ കയ്യിൽ കൊടുത്തു ബ്രാഹ്മണൻ. അപ്പോൾ കണ്ണൻ എന്ത് പറഞ്ഞു? ബ്രാഹ്മണ, അങ്ങ് തന്നെ വായിച്ചോളൂ എന്ന് പറഞ്ഞ് ആ കത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി. കത്തിൽ ആദ്യം എന്താ എഴുതിയേക്കണമെന്നറിയോ? ഭുവനസുന്ദരാന്ന്. കണ്ണനെ കത്തിൻ്റെ മേൽവിലാസമൊക്കെ എഴുതില്ലേ പുറത്ത്? ടു ആർക്കാ? ഭുവനസുന്ദരൻ. ബ്രാക്കറ്റിൽ എന്തെഴുതി? അച്യുതൻ. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അപ്പോൾ നമ്മൾ അച്യുതൻ എന്ന് തന്നെ പറയണം. അച്യുതൻ എന്ന് പറഞ്ഞാൽ പോരാന്നർത്ഥം. അങ്ങനെ ആ രുക്മിണി പറയുകയാണ്, അങ്ങയുടെ കഥകൾ കേട്ട് എനിക്ക് അങ്ങയോട് വല്ലാത്ത ഇഷ്ടമായി പോയി. അങ്ങയെ ഭർത്താവായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണത്. അതുകൊണ്ടൊക്കെ അങ്ങ് സന്തോഷിച്ചുവെങ്കിൽ ഞാൻ കുറേ ആളുകൾക്ക് ദാനം ചെയ്തു, അതേപോലെ പൂജകൾ ചെയ്തു, വ്രതങ്ങൾ അനുഷ്ഠിച്ചു, അതേപോലെ ഗുരുശുശ്രൂഷ ചെയ്തു, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് നന്മ ചെയ്തു. അപ്പം ഇതൊക്കെ അങ്ങക്ക് സന്തോഷമായി എങ്കിൽ അങ്ങ് വന്ന് അടിയനെ കൊണ്ടുപോകണം. അടിയൻ ഒരു മാനാണെന്ന് പറയാം രുക്മിണി. ശിശുപാലൻ കുറുക്കൻ. ശ്രീകൃഷ്ണൻ സിംഹം. അപ്പം മാൻ ആർക്കുള്ളതാണ്? സിംഹത്തിനുള്ളതാണ്, അല്ലേ? അതിനെ കുറുക്കൻ കൊണ്ടുപോയാൽ ആർക്കാ ദോഷം? സിംഹത്തിനാണ്. സിംഹത്തിന് കഴിവില്ല എന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് അവിടുന്ന് വരണം. എന്നിട്ടോ എൻ്റെ വിവാഹം നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തീരുമാനിച്ചേക്കാണ്. അപ്പം ഇന്ന് തന്നെ വന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് രുക്മിണി പറഞ്ഞു. ഇനി നാളെ വൈകുന്നേരം ദേവീക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അങ്ങ് എന്നെ കൊണ്ടുപോയില്ല എങ്കിൽ ഇനി എത്ര ജന്മം വേണ്ടി വന്നാലും ഞാൻ അങ്ങയ്ക്കായി
കാത്തിരിക്കും. 100 ജന്മം വേണ്ടി വന്നാലും എന്നെങ്കിലും അവിടുന്ന് എൻ്റെ ഭർത്താവായിട്ട് തീരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കും. ബ്രാഹ്മണൻ പറഞ്ഞു, കൃഷ്ണ, ഇതാണ് രുക്മിണിയുടെ സന്ദേശം, രുക്മിണിയുടെ കത്ത്. ഇത് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. കൃഷ്ണ, ഇനി അങ്ങയ്ക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യണേ എന്ന് പറയുകയാണ്. അങ്ങനെ രുക്മിണിയുടെ സന്ദേശം കേട്ടപ്പോൾ ഭഗവാൻ ചിരിച്ചും കൊണ്ട് ബ്രാഹ്മണന് കൈ കൊടുത്തു, അല്ലേ, ഷേക്ക് ഹാൻഡ് ചെയ്തു. അതൊരു ഉറപ്പാണ്. കൃഷ്ണൻ പറഞ്ഞു, ആ രുക്മിണിയെ ഞാൻ എൻ്റെ പാതിയാക്കിക്കൊള്ളാം, എൻ്റെ ഭാര്യയാക്കിക്കൊള്ളാം. ആരൊക്കെ എതിർത്താലും ഞാൻ രുക്മിണിയെ സ്വന്തമാക്കും. അങ്ങനെ രുക്മിണിയുടെ അടുത്തേക്ക് പോവാൻ കൃഷ്ണൻ്റെ രഥം തയ്യാറായി. കൃഷ്ണൻ്റെ സാരഥി, കൃഷ്ണൻ്റെ ആ രഥം ഓടിക്കുന്ന ആൾ അതാരാ? അത് ദാരുകൻ എന്ന് പറഞ്ഞ ആളാണ്. ദാരുകൻ ആ രഥം കൊണ്ടുവന്ന് നിർത്തി. അതിൽ 4 കുതിരകളുണ്ട്. ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം. ഈ 4 കുതിരകളാണ് അതിൽ. അപ്പോൾ കണ്ണൻ ബ്രാഹ്മണൻ്റെ കയ്യും പിടിച്ച് അതിലേക്ക് അങ്ങോട്ട് കയറി വളരെ വേഗത്തിൽ ആ രഥം മുന്നോട്ട് പോണു. രഥം കുണ്ടിനത്തിൽ അല്ലെങ്കിൽ വിദർഭയിൽ എത്തിയ ശേഷം ആണ് കല്യാണമൊക്കെ. അതൊക്കെ നമുക്ക് നാളെ കേൾക്കാം. അപ്പോൾ ഇപ്പം മുത്തശ്ശൻ എല്ലാവരോടും യാത്ര പറയണു. നാളെ കാണാം. മുത്തശ്ശൻ്റെ വക ഒരു പഞ്ചാര ഉമ്മ.